നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. വളരെ അഭിമാനകരമായ ഒരു വാർത്തയിലാണ് ഇന്നത്തെ വാർത്താ സന്ധ്യ നമ്മൾ തുടങ്ങുന്നത്. കേരളത്തിന്റെ അഭിമാനമായി ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ ഏറ്റുവാങ്ങി. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരം സമ്മാനിച്ചു. 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. रियलोजी मोहनलाल जी के लिए तंगलुरु उग्रम एक्टरान ट्रू लेजेंड गिव अ लाउड shout out. മലയാളത്തിന് ഇത് അഭിമാന നിമിഷം. രാജ്യത്തിന്റെ പരമോന്നത സിനിമാ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് മോഹൻലാൽ ഏറ്റുവാങ്ങി. As an actor and film personality, this honor strengthens my resolve. It deepens my commitment to cinema, and I pledge to continue my journey with renewed sincerity, passion and purpose. Ende Atmavinte spandanamana cinema. Cinema is the heartbeat of my soul. Jai Hind. സഹനടിക്കും സഹനടനുമുള്ള അവാർഡുകൾ ഉർവശിയും വിജയരാഘവനും സ്വീകരിച്ചു. Minimal gestures anchoring the story's core and elevating its narrative in of rare poignancy imbued with quiet power, subtle humor and profound. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്കിന്റെ സംവിധായകൻ ക്രിസ്റ്റോ ടോമി, പൂക്കാലം എന്ന സിനിമയിലൂടെ മികച്ച എഡിറ്റർക്കുള്ള അവാർഡ് നേടിയ മിഥുൻ മുരളി, നോൺ ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ MK രാംദാസ് തുടങ്ങിയവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ട ഷാറൂഖ് ഖാൻ, വിക്രാന്ത് മാസി എന്നിവരും മികച്ച നടിയായ റാണി മുഖർജിയും അവാർഡുകൾ സ്വീകരിച്ചു. सर्वश्रेष्ठ अभिनेत्री का पुरस्कार ग्रहण करते हुए रानी मुखर्जी, जिन्हें फिल्म मिसेस चैटर्जी वर्सेस नॉर्वे के लिए प्रदान किया. 24 ഡൽഹി. ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ വേദിയിൽ ശ്രദ്ധേയ സാന്നിധ്യമായി മോഹൻലാൽ. സ്വാഗത പ്രാസംഗികന്റെ ലാലേട്ടൻ വിളിയും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ മലയാളത്തിലെ പ്രശംസയും നിറഞ്ഞ കയ്യടിയോടെ സദസ്സ് ഏറ്റെടുത്തു. अप्लॉज होना चाहिए आज रियलोजी मोहनलाल जी के लिए. तंगलुरु उग्रम एक्टरान ट्रू लेजेंड गिव अ लाउड shout out. हॉल में आवाज सफिशिएंट नहीं है, और तेज. In the hearts of millions, he has always remained Lalitan. It's also humility. കംപ്ലീറ്റ് ആക്ടർ എന്ന് മോഹൻലാലിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രശംസിച്ചു. നാടകമായ കർണഭാരത്തെക്കുറിച്ചും രാഷ്ട്രപതിയുടെ പരാമർശമുണ്ടായി. और द कंप्लीट एक्टर की उनकी छवि बनी है. मुझे ये जानकर सुखद आश्चर्य हुआ है कि उन्होंने महाभारत के चरित्र कर्ण पर आधारित एक लंबे संस्कृत नाटक कर्णभारम में कर्ण भूमिका निभाई है. മലയാളികൾക്കും മലയാള സിനിമയ്ക്കും ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം സമർപ്പിക്കുന്നുവെന്ന് മോഹൻലാൽ പറഞ്ഞു. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ആയിരുന്നു വേദിയിൽ മോഹൻലാലിന്റെ പ്രസംഗം. As an actor and film personality, this honor strengthens my resolve. It deepens my commitment to cinema, and I pledge to continue my journey with renewed sincerity, passion and purpose. Ende Atmavinte spandanamana cinema. Cinema is the heartbeat of my soul. Jai Hind. ഡൽഹി വിഗ്യാൻ ഭവനിൽ നിന്ന് അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, പ്രൗഢഗംഭീരമായൊരു സദസ്സായിരുന്നു. അതിൽ മലയാളത്തെ സംബന്ധിച്ച് 5 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, ഒപ്പം തന്നെ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരവും. ഏറ്റവും അഭിമാനം നിറഞ്ഞ ഒരു നിമിഷം. തീർച്ചയായും അനുജ, അഭിമാനകരമായിട്ടുള്ള നിമിഷത്തിനാണ് നമ്മളിപ്പോൾ കുറച്ച് സമയം മുമ്പ് സാക്ഷ്യം വഹിച്ചത്. ഇന്ന് മലയാള സിനിമയും മലയാളികൾക്കും കേരളത്തിനും ആകെ അഭിമാനിക്കാവുന്ന നിമിഷമായിരുന്നു. 5 ദേശീയ പുരസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ ദാദാ സാഹിബ് പുരസ്കാരം നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരമായ മോഹൻലാൽ രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ ഉണ്ടായിരുന്ന ഒരു
ദേശീയ അവാർഡ് വിതരണ ചടങ്ങായിരുന്നു ഇത്. ഒരുപാട് മലയാളികൾക്ക് മറ്റു ഭാഷയിൽ പ്രവർത്തിച്ചതിന് അവർക്കും പുരസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ഹിന്ദി സിനിമയിൽ, ആനിമൽ അടക്കമുള്ള സിനിമയിൽ പ്രവർത്തിച്ചതിന് ഒരുപാട് മലയാളികൾക്ക് പുരസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ. ഇന്ന് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ മോഹൻലാൽ തന്നെയായിരുന്നു. കാരണം ഈ വേദിയിലേക്ക് എത്തുന്നത് മുതൽ എല്ലാവരുടെയും ശ്രദ്ധ അദ്ദേഹത്തിൽ തന്നെയായിരുന്നു. നേരത്തെ ഈ സ്വാഗത പ്രസംഗൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ കംപ്ലീറ്റ് ആക്ടർ എന്ന് താങ്കൾ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ്, ഉഗ്രൻ നടനാണെന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി അശ്വിനി വൈഷ്ണവ് അദ്ദേഹത്തെ പൊഴുത്തിയത്. വാനോളം പുകഴ്ത്തുന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സംഭാവനകളെ അദ്ദേഹം പ്രകീർത്തിക്കുകയും ചെയ്തു. മാത്രമല്ല, രാഷ്ട്രപതി നടത്തിയ പ്രസംഗത്തിലും മോഹൻലാലിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ഇന്ത്യൻ സിനിമയ്ക്കുള്ള സംഭാവനകളെക്കുറിച്ച് എടുത്തു പറയുകയുണ്ടായി. മാത്രം അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിന്റെ സംസ്കൃത നാടകം കർണഭാരത്തെക്കുറിച്ച് മാത്രമല്ല, ഈ സൂക്ഷ്മ ഭാവങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന മോഹൻലാലിന്റെ ആ കഴിവ് കൊണ്ടാണ് അദ്ദേഹത്തെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന തുടങ്ങിയ പ്രശംസകളൊക്കെ രാഷ്ട്രപതി പോലും നടത്തി. മാത്രമല്ല, അദ്ദേഹം ഈ അവാർഡ് വാങ്ങിക്കാൻ എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചപ്പോൾ സദസ് ഒന്നടങ്കം എഴുന്നേറ്റു നിന്നാണ് അദ്ദേഹത്തിന് കൈയടിച്ചത്. കാരണം എല്ലാവരും ആദരിക്കുന്ന വ്യക്തിയാണ് മോഹൻലാൽ. അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം പറയുന്ന ഒരു ചെറു ഷോർട്ട് ഫിലിമും അവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം അവാർഡ് നൽകി. ഈ അവാർഡിന് ശേഷം മോഹൻലാൽ പറഞ്ഞത് തന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ. മാത്രമല്ല, ഈ പുരസ്കാരം എല്ലാ മലയാളികൾക്കും മലയാള സിനിമയ്ക്കുമായി സമർപ്പിക്കുന്നു. ഈ നിമിഷം മായികവും പവിത്രവുമാണ്. ഈ പുരസ്കാരം സ്വപ്നങ്ങളിൽ പോലും കണ്ടിരുന്നില്ല തുടങ്ങിയ എന്നായിരുന്നു മോഹൻലാൽ ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷം പ്രസംഗിച്ചത്. മാത്രമല്ല, ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ടായിരുന്നു മോഹൻലാലും പ്രസംഗിച്ചത്. എന്തായാലും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന, നമ്മളെല്ലാവരും കാത്തിരുന്ന നിമിഷമായിരുന്നു നമ്മൾ കണ്ടത്. മോഹൻലാലിന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല, 5 മലയാളികൾക്ക്, 5 മലയാള സിനിമാ പ്രവർത്തകർക്ക് പുരസ്കാരം നേടിയിരിക്കുന്നു. ആ ചടങ്ങ് ഇപ്പോൾ പൂർത്തിയായി. ഇപ്പോൾ ഓരോ സിനിമാ പ്രവർത്തകരായി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം വാർത്താവിനിമയ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ ഈ അവാർഡ് ജേതാക്കൾക്ക്, പുരസ്കാര ജേതാക്കൾക്ക് ഒരു അത്താഴ വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇവരെല്ലാവരും ഡൽഹിയിൽ നിന്ന് മടങ്ങുക. അനുജ, അതാണ്, അത്തരത്തിൽ എല്ലാ രീതിയിലും മലയാളം ഓർത്തിരിക്കുന്ന ഒരു അഭിമാന സായാഹ്നമാണ് കടന്നു പോകുന്നത്. ഇനി ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട അടുത്ത വാർത്തയിലേക്ക്. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് 30ഓളം ഇടങ്ങളിൽ കസ്റ്റംസ് പരിശോധന. ഓപ്പറേഷൻ നംഘോറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ നടന്മാരായ ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും വാഹനങ്ങൾ പിടിച്ചെടുത്തു. നടൻ പൃഥ്വിരാജിന്റെ വീട്ടിലും പരിശോധന നടത്തി. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ യൂസ്ഡ് കാർ ഷോറൂമുകളിലും വീടുകളിലും നടത്തിയ പരിശോധനയിൽ 11 വാഹനങ്ങൾ പിടിച്ചെടുത്തു. പരിശോധനയുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ അല്പസമയത്തിനകം കസ്റ്റംസ് വാർത്താസമ്മേളനം നടത്തും. ഭൂട്ടാൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉപയോഗിച്ച ആഡംബര വാഹനങ്ങളും കാർഗോ വാഹനങ്ങളും ഇന്ത്യയിലേക്ക് കടത്തിയെന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കണ്ടെത്തിയിരുന്നു. സൈന്യം കുറഞ്ഞ വിലയ്ക്ക് ലേലത്തിൽ വിറ്റ വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിലെത്തിച്ച് രജിസ്ട്രേഷൻ നടത്തി ഉയർന്ന വിലയ്ക്ക് മറിച്ചുവിറ്റു. ഇങ്ങനെ കേരളത്തിലെത്തിച്ച 20 വാഹനങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു കസ്റ്റംസ് പരിശോധന. പരിശോധനയിൽ ദുൽഖർ സൽമാന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ പിടിച്ചെടുത്തു. ദുൽഖർ സൽമാന്റെ എറണാകുളം എളംകുളത്തെ വീട്ടിൽ മോട്ടോർ വാഹന വകുപ്പും പരിശോധനയുടെ ഭാഗമായി. തന്റെ 2 വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തെന്ന് നടൻ അമിത് ചക്കാലക്കൽ പറഞ്ഞു. ഭൂട്ടാനിൽ നിന്ന് എത്തിച്ച വാഹനമല്ല ഇതെന്നും നടൻ. 99 ഇത് രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത ഡോക്യുമെന്റ്സിന്റെ ഒക്കെ എന്തെങ്കിലും പ്രൂഫായിട്ട് അവർക്ക് ഒറിജിനൽസ് ഞാൻ എത്തിച്ചു കൊടുക്കണം. അത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. ഇത് ഈ പറഞ്ഞ സ്മഗിൾഡ് ആയിട്ടുള്ള വണ്ടി അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട്. പക്ഷെ അവർ ചെയ്തത്, അവർക്ക് ഈ വണ്ടികളെല്ലാം ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു മോളിൽ നിന്ന്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു. സ്റ്റേറ്റ്മെന്റ്സും അതിന്റെ പ്രൊസീജിയർ ഇത്രയും നേരം നടന്നതല്ല. പൃഥ്വിരാജിന്റെ വീട്ടിലും കസ്റ്റംസ് പരിശോധന നടത്തി. അമിത് ചക്കാലക്കൽ കസ്റ്റംസ് ഓഫീസിൽ ഹാജരായി. കോഴിക്കോടും മലപ്പുറത്തും യൂസ്ഡ് കാർ ഷോറൂമുകളിലും വ്യവസായികളുടെ വീടുകളിലും നടത്തിയ പരിശോധനയിൽ 11 വാഹനങ്ങൾ പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത വാഹനങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ എയർ കാർഗോ കോംപ്ലക്സിലേക്ക് മാറ്റി തുടങ്ങി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ, ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടതായും കമ്മീഷണർ അറിയിച്ചു. ആവശ്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പ്രതികരിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഡിസംബറിൽ പുതിയ ഭരണസമിതിയെ അധികാരത്തിലെത്തുന്ന തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. തീയതി പിന്നീട് പ്രഖ്യാപിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത് നവംബർ, ഡിസംബർ മാസങ്ങളിലാണ്. ഡിസംബർ 20 മുമ്പായി ഇലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വട്ടം കൂടി പുതുക്കുന്നതാണ്.
തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആശങ്കയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ അവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടേണ്ടവരാണ്. അത് തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകാത്ത തരത്തിൽ SIRൻ്റെ തീയതികൾ നിശ്ചയിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഇന്നലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് നൽകിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെച്ചേക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂല തീരുമാനമെടുത്തായാണ് സൂചന. ഉചിതമായിട്ടുള്ള തീരുമാനം ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നതായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഒക്ടോബർ 13 മുതൽ 21 വരെ നടക്കും. പട്ടികജാതി, പട്ടികവർഗ, വനിതാ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പാണ് നടക്കുക. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി ഭക്തനെന്ന് ആവർത്തിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പിണറായി ഭക്തനല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനായി പലതും ചെയ്യുന്നുണ്ട്. ദേവസ്വം ബോർഡ് നൽകിയ അയ്യപ്പ വിഗ്രഹം മുഖ്യമന്ത്രി സന്തോഷത്തോടെ സ്വീകരിച്ചുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഞങ്ങളെല്ലാം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നതാരാണ്? സാക്ഷാൽ അയ്യപ്പനാണ് തന്നത്. പിണറായിയുടെ സ്വഭാവത്തിന് അറിയാമല്ലോ. ഇഷ്ടപ്പെടാതെ കൊടുത്തെങ്കിൽ പുള്ളി അങ്ങോട്ട് കൊടുത്തതെന്ന് പറഞ്ഞ സ്വഭാവക്കാരനാണ്. ആ അയ്യപ്പനെ കണ്ട് കൈ നീട്ടി സ്വീകരിച്ച് നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം അയ്യപ്പനോട് ഭക്തിയോ വിഭക്തിയോ എന്ന് നിങ്ങൾ കണക്കാക്കി വെച്ചാൽ മതി. അതുകൊണ്ട് ഭക്തനല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന് ആളുണ്ടായില്ല എന്നത് അനാവശ്യ വിവാദമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം ആളുകൾ ഇല്ലാതെ പോയത് സംഘാടക വീഴ്ചയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉന്നമനത്തിനായി ആണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ആ ഹാള് മുഴുവൻ നിറയെ ആളുണ്ടായിരുന്നു. ശുഷ്കമായിരുന്നു എന്നൊക്കെ പറയുന്നതിന് ഞാനതിനൊന്നും മറുപടി പറയുന്നില്ല. വേദി കയറിയുടെ വേദിയുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കുറേ അധികം ആളുകൾ സീറ്റ് കിട്ടാൻ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ കാണാത്ത ദൂരത്തിലുള്ള ഭയങ്കര നീളത്തിലുള്ള പന്തല്. പക്ഷെ അദ്ദേഹം പ്രസംഗിച്ച് കഴിഞ്ഞ ശേഷം പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കുറേ ആളുകൾ ഒന്നിറങ്ങി. അവർ ആ അറേഞ്ച്മെന്റിൽ അവർക്കൊരു തകരാറ് പറ്റി എന്നുള്ളത് നേര് തന്നെയാണ്. ഇനി 24 ബിഗ് ബ്രേക്കിംഗിലേക്കാണ്. കൊല്ലം കണ്ണനല്ലൂരിൽ പോലീസ് അനധികൃത കസ്റ്റഡിയിൽ വെച്ച വയോധികനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വെന്റിലേറ്ററിൽ. നിരണം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KP പുന്നൂസിനെയാണ് കണ്ണനല്ലൂർ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണതിന് പിന്നാലെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചെക്ക് കേസിൽ ശനിയാഴ്ച കസ്റ്റഡിയിലെടുത്ത KP പുന്നൂസിനെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ ആയില്ല. ബിലീവേഴ്സ് ചർച്ച് സഭാധ്യക്ഷനായിരുന്ന KP യോഹന്നാന്റെ സഹോദരനാണ് KP പുന്നൂസ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് കോട്ടയത്തെ ആനന്ദ ഹോട്ടലിൽ നിന്ന് KP പൊന്നൂസിനെ കണ്ണനല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ പരാതിക്കാരന് 10 ലക്ഷം രൂപ നൽകിയാൽ ജാമ്യം നൽകാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി KP പൊന്നൂസിന്റെ സുഹൃത്തായ അഭിഭാഷകൻ 24നോട് പറഞ്ഞു. പോകുന്ന വഴിയിലുണ്ട് കൂടെയുള്ള ഒരു പോലീസുകാരൻ ജ്യോതിഷ്ഠാണ് പേര് പറഞ്ഞു. ഒരു 10 ലക്ഷം രൂപ കടിയാക്കാൻ പറ്റുവാണെങ്കിൽ വിടാമെന്ന് പറഞ്ഞു. ഏതായാലും ശേഷവും വിളിച്ചിരുന്നു. ആരെങ്കിലും ബന്ധുക്കൾ വരുമോ, എന്താ ചെയ്യുന്ന ഇവിടെ വരെ വരാൻ പറയുമോ എന്നൊക്കെ ചോദിച്ചു. കസ്റ്റഡിയിലെടുത്ത KP പൊന്നൂസിനെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും കോടതിയിൽ ഹാജരാക്കിയില്ല. ഞായറാഴ്ച വൈകിട്ടോടെ പോലീസ് സ്റ്റേഷനിൽ കൊഴിഞ്ഞു വീണ KP പൊന്നൂസിനെ ഒടുവിൽ കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലായ KP പൊന്നൂസ് നിലവിൽ വെന്റിലേറ്ററിലാണ്. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും KP പൊന്നൂസ് ആശുപത്രിയിലാണെന്നും കണ്ണനല്ലൂർ SHO. അതേസമയം KP പൊന്നൂസിനെ അന്യായമായി പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന് കാട്ടി കൊട്ടാരക്കര JFMC കോടതിയിൽ നൽകിയ ഹർജി നാളെ കോടതി പരിഗണിക്കും. ആന്റിസിപ്പേറ്ററി ബെയിൽ നിലനിൽക്കുകയാണ് ഈ ക്രൂരമായ സംഗതി നടന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ ഗുരുതരമാണ്. കോടതി കൂടുതൽ വിശദമായ വാദത്തിലേക്കായിട്ട് ഈ കേസ് നാളത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ചെക്ക് കേസിൽ KP പൊന്നൂസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അരുൺ രാജ്, 24 കൊല്ലം. അടുത്ത വാർത്തയും 24 ഇന്ന് പുറത്തു കൊണ്ടുവന്ന വലിയ വാർത്തയാണ്. നൃത്താധ്യാപകൻ തിരുവനന്തപുരം വെള്ളായണി സ്വദേശി മഹേഷിന്റെ മരണത്തിൽ വഴിത്തിരിവ്. മഹേഷ് ചികിത്സയിൽ കഴിയവേ ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിലെ ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ചെന്ന് കുടുംബം ആരോപിച്ചു. മഹേഷിന്റെ ശരീരത്തിൽ മുറിവുകളും ചതവുകളുമുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആരോപണം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രി അധികൃതർ തള്ളി. 24 ബിഗ് ബ്രേക്ക്. കഴിഞ്ഞ മാസം 12-നായിരുന്നു തിരുവനന്തപുരം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിൽ വെച്ച് നൃത്ത അധ്യാപകനായ മഹേഷിന്റെ മരണം. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നായിരുന്നു ബന്ധുക്കളോട് പറഞ്ഞത്.
എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ കാര്യങ്ങൾ മാറി. മരണം ശ്വാസകോശത്തിൽ രക്തം നിറഞ്ഞതിനെ തുടർന്നാണ്. ശരീരത്തിൽ 20-ലധികം ആഴത്തിലുള്ള മുറിവുകളും ചതവുകളുമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മാനസിക വെല്ലുവിളിയെ തുടർന്ന് 7-ാം തീയതി ആശുപത്രിയിൽ എത്തിച്ച ശേഷം തുടർച്ചയായി 2 ദിവസം മഹേഷിനെ ക്രൂരമായി മർദ്ദിച്ചെന്ന് ബന്ധുക്കൾ. ഞങ്ങളകത്ത് നിർത്തിയില്ല. അവൻ്റെ സൗണ്ട് പോലും ഞങ്ങൾക്ക് വെളിയിൽ കേൾക്കാൻ പറ്റിയില്ല. 2 കൈയും കാലും കെട്ടിട്ടിരിക്കുക. നോക്കിയപ്പം കവിളിൻ്റെ അവിടെ അങ്ങ് നീരേറി, നെഞ്ചിൻ്റെ അവിടെ, കഴുത്തിൻ്റെ അവിടെയൊക്കെ, ആ മടക്കിൻ്റെ അവിടെയൊക്കെ അങ്ങ് ഭയങ്കര പ്രശ്നം. മർദ്ദിച്ച കാര്യം ചികിത്സിച്ച ഡോക്ടറെ മഹേഷിന്റെ സഹോദരി ഫോണിൽ വിളിച്ചറിയിച്ചു. ഇന്ന് വന്നവര് ഇന്നലെ വന്ന അതേ ആള് തന്നെയാണ് വന്നത്. ഇന്നലത്തേനേക്കാളും വളരെ മൃഗീയമായിട്ടാണ് അവനെ അടിച്ചത്. സിസ്റ്റർമാരും കൂടെ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകളുണ്ടെങ്കിലും പോലീസ് അന്വേഷിക്കാൻ തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. എന്നാൽ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്ന ശേഷമേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് പോലീസ് നിലപാട്. മഹേഷിനെ മർദ്ദിച്ചെന്ന ആരോപണം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രി അധികൃതർ തള്ളി. മർദ്ദിച്ചിട്ടില്ലെന്നും പോലീസ് അന്വേഷണത്തിലിരിക്കുന്നതിനാൽ പ്രതികരിക്കുന്നില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഈ ഗുരുതരമായ മുറിവുകളിൽ കൃത്യമായി സൂചനയുണ്ട് എന്താണ് മരണകാരണമെന്ന്. അന്വേഷണം നടക്കട്ടെ. ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടിപ്പോൾ സംസ്ഥാനത്ത് നടത്തിയ പരിശോധനയ്ക്ക് ശേഷം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് തത്സമയം. അല്ല, നമ്മൾ ഭൂട്ടാനിൽ നിന്ന് ടൂറിസ്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് വണ്ടി ഓടിച്ച് വരാം, പെർമിറ്റ് ഉണ്ടെങ്കിൽ. അതിനുശേഷം തിരിച്ചു പോകാതെ ആ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോവുകയോ, അങ്ങനെ 3 തരത്തിലാണ് ഇവര് വണ്ടികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വളരെ ശ്രദ്ധിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഫോർജ് ചെയ്ത ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ, നമ്മുടെ എംബസികളുടെ, അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവര് ദുരുപയോഗം ചെയ്തു എന്ന് മാത്രമല്ല, അവരുടെ പേരിലാണ്, അവരുടെ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അവര് കംപ്ലീറ്റ് ആയിട്ട് വഴിതെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് നമ്മൾ പരിവാഹൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ, പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2014 മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു വണ്ടി 2005 തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ 1ാമത്തെ യൂസറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ, പരിവാഹൻ വെബ്സൈറ്റ് തന്നെ അവർ ഹാക്ക് ചെയ്താണെങ്കിലും അവരുടെ മോൾസ് ഉപയോഗിച്ചാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അത് അവര് മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ പരിവാഹൻ വെബ്സൈറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളത് ഒന്ന്. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എംബസികൾ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, അമേരിക്കൻ എംബസി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സീല്, സൈന്, ഇൻസിഗ്നിയ ഉപയോഗിച്ച് ഫോർജറി നടത്തിയിട്ടുള്ളത് ഒന്നാണ്. രണ്ടാമത്തത്. മൂന്നാമത്, ഇങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ അതിനെ കാണാനായിട്ട്. കാരണം ഞാൻ ഇപ്പൊ ഡോക്യുമെന്റ്സ് കാണിക്കുന്നതിൽ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി ഇതുവരെ കൊണ്ടുവരുന്ന കാറുകളിൽ സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ ഏജൻസികൾക്ക് കൃത്യമായ വിവരവും അതിനനുസരിച്ച് കേസുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും മറ്റ് ഏജൻസികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ ഏരിയയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുമുണ്ട്. ഇങ്ങനെ കൊണ്ടുവരാമെങ്കിൽ, മയക്കുമരുന്നും കാറുകളും സ്വർണവും കൊണ്ടുവരാമെങ്കിൽ എന്തും കൊണ്ടുവരാം എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ഇറ്റ്സ് എ മേജർ ത്രെറ്റ് ടു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ. അടുത്തത്, ഈ പറയുന്ന വണ്ടികളെല്ലാം പലരും വാങ്ങിച്ചിരിക്കുന്നതും വിറ്റിട്ടുള്ളതും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലീഗൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് വഴിയാണ്
എന്നതാണ് അടുത്ത പ്രശ്നം. ഈ വണ്ടികൾ പലതും വാങ്ങിച്ചതിന് രേഖകളോ പൈസ മണി ട്രെയിലോ ഒന്നും പോലുമില്ല. ഇത് കൂടാതെ ഇതാരാണ് ഒന്നാമത്തെ ഓണർ എന്ന് അറിയാൻ പാടില്ലാത്ത ഞങ്ങളുടെ ലൈനിലുള്ള ലിസ്റ്റിലെ 90% വണ്ടികളും നിർബന്ധമായും ഫോർജഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വെച്ചാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇത് കൂടാതെ നമ്മൾ ഇന്ന് സെർച്ച് ചെയ്ത പല സ്ഥലങ്ങളിലും വൻ GST വെട്ടിപ്പും ആ ഡീലർമാരുടെ ഇടയിൽ കണ്ടെത്തി എന്ന് പറയുന്നത് മറ്റൊരു തലമാണിതിന്റെ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടികളിൽ പലതിനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല. വണ്ടികൾ ഇന്നും കേരളത്തിന്റെ നിരകളിൽ ഓടുന്നുണ്ട്. കേരളത്തിലെ ഒരു വണ്ടി വെളിയിൽ നിന്ന് വന്നാൽ ആ വണ്ടി 1 മാസത്തിനകം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള നിയമം ഇരിക്കെ 6-8 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും കേരളത്തിലുള്ള ആരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യാതെ വെളിയിലുള്ള ആരുടെയോ പേരിൽ അഡ്രസ് അറിഞ്ഞുകൂടാത്ത പലരുടെയും പേരിൽ കേരളത്തിന്റെ നിരങ്ങളിലൂടെ ഇപ്പോഴും ചീറിപ്പായുന്നു എന്ന് പറയുന്നത് നമുക്കും ഒരു ത്രെട്ട് തന്നെയാണ്. കാരണം ഇത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓണർ തപ്പിപ്പോവുക എന്ന് പറയുന്നത് പോലും നമുക്ക് വളരെ ദുസ്സഹമായിട്ടൊരു അപ്പോ ഈ പറയുന്ന എല്ലാ ആസ്പെക്ട്സും GST ആവട്ടെ, ഇൻകം ടാക്സ് ആവട്ടെ, എൻഫോഴ്സ്മെന്റ് ആംഗിൾ ആവട്ടെ, കാരണം മണി ലോണ്ടറിംഗ് പല ട്രാൻസാക്ഷൻസിലും ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. നമ്മുടെ ഹെൽത്ത് അങ്ങേയറ്റം നിയമവിരുദ്ധമായ രാജ്യവിരുദ്ധമായ നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വിശദീകരിക്കുന്നത്. GST വെട്ടിപ്പുണ്ട്, കൂടാതെ കൃത്രിമ രേഖകൾ ഉപയോഗിച്ചാണ് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. നിയമവിരുദ്ധമായി വാഹനങ്ങളുടെ വിൽപ്പന നടത്തി. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ഇന്ത്യൻ എംബസി, അമേരിക്കൻ എംബസി, ഒപ്പം തന്നെ ഇന്ത്യൻ ആർമിയുടെ വരെ ഡോക്യുമെന്റ്സ് കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുണ്ട്. രേഖകൾ കൃത്രിമമായി ഉണ്ടാക്കി വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തു. പരിവാഹൻ വെബ്സൈറ്റിൽ വരെ കൃത്രിമം കാട്ടിയിട്ടുണ്ട്. അത്തരത്തിലേക്ക് വലിയ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരുന്നത് എന്നതാണ് ഇപ്പോൾ കസ്റ്റംസ് വിശദീകരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.